ശരീഅത്തിന്റെ ഹഖീഖത്ത് അതിന്റെ ഉൾത്തരം അറിഞ്ഞ ഉലമാക്കളും അതേ ആളുകൾ തന്നെ ആ ഹഖീഖത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴി മാർഗം, ആ മാർഗത്തിൽ വഴികാട്ടുന്ന ആളുകൾ അഥവാ മശായിഖുമാർ, ത്വരീഖത്തിന്റെ ഈ വഴിയുടെ വഴികാട്ടികൾ. ഈ വഴിയിലൂടെ പോയി മറുകരയിൽ എത്തിയവർക്ക് മാത്രമേ ഈ വഴി കാണിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് അല്ലാഹുവിലേക്കുള്ള വഴിയാണ്, ശരീഅത്തിന്റെ ഹഖീഖത്ത് അറിയാനുള്ള വഴിയാണ്. ഈ വഴി ത്വരീഖത്താണ്. ഈ വഴി കാട്ടണമെങ്കിൽ വഴി അറിയണമല്ലോ. ഈ വഴി അറിയാനുള്ള മാർഗം ഈ വഴിയിലൂടെ പോകൽ മാത്രമാണ്. സിഗ്നൽ മാത്രം നോക്കി പോകാൻ കഴിയുന്ന വഴിയല്ല. അതുകൊണ്ട് ഈ വഴി അറിയുന്ന ആളുകൾ ത്വരീഖത്തിന്റെ മശായിഖുമാർ അവരാണ് എന്ന വസീല കൊണ്ടുള്ള ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ വീണ്ടും തുടർന്നുകൊണ്ട് സംസാരിക്കുകയാണ്. സ്വയം അമൽ ചെയ്യൽ, സ്വന്തം ഒരാളിനെ ഋതുക്കളും അമലുകളും കണ്ടെത്തി അത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവന്റെ നഫ്സിനെ ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. അവന്റെ നഫ്സ് ഫനാവലാണ് ലക്ഷ്യം. നഫ്സ് ഫനാവണം, ലാഹൂത്തിയായ ലോകത്തേക്ക് അവൻ പോകണം, നാസൂത്തിയായ ലോകത്തിൽ നിന്ന് അവൻ നശിക്കണം. അതുപോലെ നഫ്സ് ഫനായി അതിൽ നിന്ന് നശിച്ച് അല്ലാഹുവിന്റെ ലോകത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഇല്ലാഹു എന്ന ആ ലാഹൂത്തിയായ ലോകത്ത് പോയി ബഖാവാൻ, നാസൂത്തിയായ ലോകത്ത് നിന്ന് അവൻ നശിക്കണം. സ്വന്തം അമൽ ചെയ്യുകയാണെങ്കിൽ ജസദിയായ അവന്റെ ഇൻസാനിയായ ലോകത്ത് നിന്ന്, നാസൂത്തിയായ ലോകത്ത് നിന്ന് അവനിങ്ങനെ വർദ്ധനവുണ്ടാവുകയാണ് ചെയ്യുക. ഒരു മുർശിദായ ആളുകളുടെ സൂചനപ്രകാരം ഒരാൾ അമൽ ചെയ്യുമ്പോൾ അംബിയാവിന്റെയും അവരുടെ അനന്തരാവകാശികളായ ഔലിയാവിന്റെയും ഇശാറത്ത് പ്രകാരം, അവരുടെ കൽപ്പന പ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം അമൽ ചെയ്യുമ്പോൾ അവന്റെ രക്ഷയെ അവൻ വുജൂദിൽ നിന്ന് ധരിപ്പിക്കും, ഒഴിവാക്കും. വുജൂദ് എന്നത് കൗലാണ്, പ്രപഞ്ചമാണ്. അങ്ങനെ അല്ലാഹുവിലേക്കുള്ള മാർഗ്ഗം നീക്കും. അങ്ങനെ ഈ ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന കേട്ടക്കാരനെ, വിദ്യാർത്ഥിയെ റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് കൊണ്ടുപോയി ചേർക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ച ഒരുപാട് സംഭവങ്ങളാണ് പിന്നീട് ബഹുമാനപ്പെട്ടവർ ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയ മഹാനാണ്. ഷാദുലിയ ത്വരീഖത്ത് എന്നത് ത്വരീഖത്തിന്റെ ലോകം വിശദീകരിക്കുകയാണെങ്കിൽ ത്വരീഖത്തിന്റെ ലോകം രണ്ടായി പതിത്താൽ ഷാദുലിയത്തും അതുപോലെ മുതസവ്വിയത്തുമാണ്. അതിൽ ഷാദുലിയത്തിന്റെ ഇമാം ഒരുപാട് കഠിന ത്യാഗങ്ങൾക്ക് വിധേയനായ, ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറയുന്നു, ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി ഒരു ഒത്തിലേക്ക് ഒരു ഗുഹാമുഖത്തേക്ക് ചെന്നു. എന്തിനാണ് ആ ഗുഹാമുഖത്തേക്ക് ചെന്നത്? അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് വസൂലാകാൻ ഖൽവത്തിൽ പോയത്, ആരുമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് പോയത്. അങ്ങനെ ഞങ്ങളവിടെ താമസിച്ചു, അല്ലാഹുവിനെ തേടിക്കൊണ്ടു. ഞങ്ങളെപ്പോഴും വിവാദത്തും ഫിക്റുമായി കഴിഞ്ഞുകൂടിയിട്ട് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് പറയും, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് നമുക്ക് ഫത്ഹ് കിട്ടും. ഈ ഫത്ഹും കാത്തും പരിഹരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് വന്നു. കാണാൻ നല്ല ഹൈബത്തുള്ള, കാണുമ്പോൾ തന്നെ ബഹുമാനം തോന്നുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന്. അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചു. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്താണ്, കാര്യങ്ങൾ ചോദിച്ചു, സുഖവിവരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, നാളെ പത്ത് കിട്ടും, മറ്റന്നാൾ 10 കിട്ടും എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന മനുഷ്യന്മാർ അവസ്ഥ എന്താണ്? ഈ കടന്നു വന്ന
ടൈമാണെങ്കിലും